welcome back to my channel Faint Maths Classes. So അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയാനാണ്. കാരണം നാളെ മാത്സിന്റെ ബോർഡ് എക്സാം ആണ്. അപ്പോൾ എനിക്കറിയാം എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കുമെന്ന്, പഠിച്ചിട്ട് തീരാത്ത കണക്കുള്ള ഒരു ഫീലിങ്സിലൊക്കെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് ഇത്രയും നാളും നിങ്ങൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത മക്കൾസാണ്. 7th സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പോൾ 10th സ്റ്റാൻഡേർഡ് വരെയും നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു, ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എൻ്റെ മക്കൾസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെയൊക്കെ എക്സാം ഈസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. നാളത്തെ എക്സാമിന് പോണ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഓവർ ടെൻഷനൊന്നും ആകരുത് ആരും. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോൾ ഒരു കിളിപോയ അവസ്ഥയൊക്കെ ആയിരിക്കും. ഓക്കെ, ടെൻഷൻ കാരണം ചിലപ്പോൾ നോക്കുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവൂല, അങ്ങനെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൂളാക്കുക, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നല്ലതായിട്ടൊന്ന് നിങ്ങൾ ദ്വാ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വളരെ സമാധാനത്തോടുകൂടി ഇരുന്ന് നിങ്ങളുടെ എക്സാം എഴുതുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഭയങ്കര ടെൻഷനായിട്ട് അടിച്ചൊന്നും വായിച്ചു നോക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒന്നും പഠിക്കാത്ത രീതി മാത്രമേ നിങ്ങൾക്ക് തോന്നിക്കുള്ളൂ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം നല്ല കൂളായിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അറിഞ്ഞോടായിരിക്കും. ഓക്കെ, അത് നമുക്ക് വിധിച്ചതല്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് അറിയാവുന്നതൊക്കെ തന്നെ ഫസ്റ്റിലെ നമ്മൾ നമ്പേഴ്സ് ഇട്ട് എഴുതുക. ഓക്കെ, MCQ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടക്കത്തിലേ തന്നെ ചെയ്ത് ഒരുപാട് ടൈം കളയാൻ നിൽക്കരുത്. എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നോക്കി, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കി ആദ്യമേ എഴുതുക. അതിനുശേഷം മാത്രം അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക. അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടാത്തത് ഇരുന്ന് ആലോചിച്ചിരുന്ന് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരിക്കലും എക്സാം എഴുതാനായിട്ട് പറ്റൂല. ടൈം കിട്ടാതെ പോകും, പിന്നെ കരയേണ്ടി വരും. അയ്യോ എനിക്ക് ടൈം കിട്ടിയില്ല, എനിക്ക് ആ ക്വസ്റ്റ്യൻ അറിയായിരുന്നു, എനിക്ക് ഇത് എഴുതാൻ പറ്റിയില്ല, ആകെ നമ്മൾ ഇതാകും. സോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കി ടിക്ക് ചെയ്ത് വെക്കുക. അത് മാത്രം ഫസ്റ്റ് എഴുതുക. അതിനുശേഷം മാത്രം നമുക്ക് അറിഞ്ഞുകൂടാത്തത് നമ്മൾ എടുത്തു വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന രീതി എന്താണോ അതിൻ്റെ ഫോർമുലാസ് അല്ലെങ്കിൽ അതിനകത്ത് എന്താണോ ഉള്ളത് അതൊക്കെ എടുത്ത് എഴുതി വെച്ച് നമ്മൾ ചെയ്യുക കേട്ടോ. ഹാഫ് മാർക്ക് കിട്ടിയാലും നമുക്ക് അത്രയും നല്ലതാണല്ലോ. അപ്പം ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കരുത്. ഒത്തിരി ടെൻഷനായി കഴിഞ്ഞാൽ പഠിച്ചതെല്ലാം തന്നെ മറന്നു പോകും. സോ വളരെ കൂളായിട്ട് പോവുക, നല്ലവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം എളുപ്പമായി തീരുന്നതിന് വേണ്ടിയിട്ട് മിസ്സും പ്രാർത്ഥിക്കുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവർക്കും മിസ്സിൻ്റെ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലതായിട്ട് പോയി എഴുതുക, നല്ല മാർക്സ് സ്കോർ ചെയ്യുക. അപ്പം മിസ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. കാരണം മിസ്സിനെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് പോയി എഴുതണേ. അപ്പം ഓൾ ദി ബെസ്റ്റ്.